അസ്സലാമു അലൈക്കും. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇനി നമുക്ക് മറ്റൊരു ആയത്ത് പഠിക്കാം. വമാ അദ്റാക മൽ അഖബ. അവിടെ ഒന്നാമത്തെ അക്ഷരം വ, ചുവപ്പ് നിറത്തിൽ മ, അതിനുശേഷം നീല നിറത്തിൽ അലിഫ്, അതിനു മുകളിൽ ഇതിനെ കൂടുതൽ നീട്ടണമെന്ന് അറിയിക്കാനുള്ള മദ്ദിൻ്റെ അടയാളം വമാ. അതിനുശേഷം മഞ്ഞ നിറത്തിൽ അ, പച്ച നിറത്തിൽ ദ്, ചുവപ്പ് നിറത്തിൽ റോ, നീല നിറത്തിൽ ഫതഹിന് നീട്ടാനുള്ള അലിഫ്, മഞ്ഞ നിറത്തിൽ ക, അദ്റാക. അതിനുശേഷം പച്ച നിറത്തിൽ മ, ചുവപ്പ് നിറത്തിൽ അലിഫ്, ഫതഹിന് നീട്ടാനുള്ള അലിഫ് മാ. അതിനുശേഷം നീല നിറത്തിൽ അലിഫ്, മഞ്ഞ നിറത്തിൽ ലാമ്, ലാമിന് സുക്കൂന്, പച്ച നിറത്തിൽ ആ, ചുവപ്പ് നിറത്തിൽ ഖോ, നീല നിറത്തിൽ ബ, മഞ്ഞ നിറത്തിൽ തു, അൽ അഖബതു. ഇനി അതിൻ്റെ താഴെയുള്ള വരിയിലേക്ക് നോക്കിക്കോളൂ. എങ്ങനെയാണ് ഇതിനെ കൂട്ടി എഴുതുകയും ഓതുകയും ചെയ്യേണ്ടത്? വമാ, അവിടെ മീമിനെ അതിന് ശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി. വമാ അദ്റാക, അവിടെ നീല നിറത്തിലുള്ള ഫത്ഹന് നീട്ടാനുള്ള അലിഫിനെ അതിന് ശേഷമുള്ള കാഫിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് അദ്റാക അദ്റാക. മാ, അവിടെ മീമിനെ അതിന് ശേഷമുള്ള അലിഫിലേക്ക് ചേർത്ത് എഴുതി. അൽ അഖബതു, അവിടെ ലാമിനെ ഐനിലേക്ക് ചേർത്ത് എഴുതി, ഐനിനെ ഖാഫിലേക്ക് ചേർത്ത് എഴുതി, ഖാഫിനെ ബായിലേക്ക് ചേർത്ത് എഴുതി, ബായിനെ അതിന് ശേഷമുള്ള ഹത്തായിലേക്ക് ചേർത്ത് എഴുതി. വായിക്കേണ്ടത് അൽ അഖബതു. അവിടെ നമ്മൾ വഖഫ് ചെയ്യുമ്പോൾ അൽ അഖബ അങ്ങനെയാണ് ഓതേണ്ടത്. ഇനി ശ്രദ്ധിച്ചോളൂ, അതിന് ഈ ആയത്തിനെ എങ്ങനെയാണ് കൂട്ടി ഓതുന്നത് ശ്രദ്ധിച്ചോളൂ. വമാ അദ്റാക മൽ അഖബ. ഇനി മുസ്ഹഫ് എടുത്തപ്പോൾ നോക്കി ഓതിക്കോളൂ. വമാ അദ്റാക മൽ അഖബ. ആവർത്തിച്ചോതി പഠിക്കാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും.